ഞാൻ മൂവി റിവ്യൂസ് ഒന്നും ഞാൻ പറയാറില്ല. പക്ഷെ ഈ ഒരു മൂവിനെ കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മുടെ 2025 ഇറങ്ങിയ ഒരു മൂവി. പക്ഷെ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഒരുപക്ഷെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും ഈ മൂവി. ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ ഒരു മൂവിയാണ്. അത് എനിക്ക് ഭയങ്കര റിലേറ്റഡ് ആയിട്ട് തോന്നി. കാര്യം ഇന്നത്തെ ഒരു ജനറേഷൻ നടക്കുന്ന കാര്യം കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മാരീഡ് ആവുന്നു, അതോടൊപ്പം തന്നെ വൈകാതെ തന്നെ ഡിവോഴ്സ്ഡ് ആവുന്നതാണ് കാര്യം. പണ്ടൊക്കെ ഡിവോഴ്സ് വളരെ കുറവായിരുന്നു. ഇപ്പോഴാണ് അത് കൂടിയത്. കല്യാണം കഴിച്ചതിന് ശേഷം ഒരു മാസം പോലും കൂടെ താമസിക്കാതെ പെട്ടെന്ന് ഡിവോഴ്സ് ആവുന്നു. പക്ഷെ ഇതിൽ മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക സ്കാം പോലെ, അതായത് എന്താണ് അലിമണി, അതായത് ജീവിതാംശം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിട്ട് ഒരു കല്യാണം കഴിക്കുക, പിന്നെ പെട്ടെന്ന് ഡിവോഴ്സ് ആകുക എന്നുള്ളൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്നുള്ള രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. അതായത് ഇതിൽ മെയിനായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ലോസ് ആൻഡ് ഓർഡേഴ്സ് ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ അതിൽ കൂടുതലും കഷ്ടപ്പെടുന്നത് പുരുഷന്മാരാണ്. അതായത് ഈ ജീവിതാംശം കൊടുക്കാൻ ഈ അവസ്ഥയില്ലാത്ത ആൾക്കാർ അത് ലോൺ എടുത്ത് കൊടുക്കുന്ന അവസ്ഥയിലോട്ട് വരെ എത്തിയിരിക്കുകയാണ്. സോ മാരേജ് ഒരു സ്കേറി ആയി മാറുകയാണ്. പണ്ടത്തെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയല്ല, എന്നാൽ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് പറയല്ല. അത് വളരെ വളരെ ചുരുക്കം വിവാഹങ്ങളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതമൊക്കെ നരക തുല്യമായി മാറിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഈ വിവാഹം കഴിക്കാത്ത ഞാൻ എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും പക്ഷേ ഇത് പറഞ്ഞാൽ എക്സാക്റ്റ് നടക്കണ കാര്യം തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ മാരേജ് എന്ന് പറയണത്